Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ കുറേ ഡേയ്സസ് ആയില്ലേ ഈ ഒരു ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 4 വർഷ ബിരുദം അല്ലെങ്കിൽ 4 ഇയേഴ്സ് ഡിഗ്രി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്, ഈ 4 വർഷ ഡിഗ്രി പഠിച്ചിട്ട് എന്താണ് ഉപകാരം, അതുപോലെ തന്നെ ഇതിൽ എത്ര സെമിസ്റ്റേഴ്സാണ് ടോട്ടലായിട്ട് വരിക. ഓൾറെഡി ഡിഗ്രിക്ക് എല്ലാവരും വിലയില്ല എന്നാണ് പറയുന്നത്, എങ്കിലും ഇപ്പോൾ നമ്മൾ ഡിഗ്രി 4 വർഷം ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇനി എന്തെനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഡിഗ്രി എടുക്കുന്നതാണോ നല്ലത്, പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകണോ, അതിലേക്ക് പോയി എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കും, അഥവാ ഞാൻ ഫെയിൽ ആയാൽ ഇനി എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ അറിയാനും ആഗ്രഹമുള്ള ഒരുപാട് അനദർ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ മീറ്റിൽ ഒരു ക്ലാസ് കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ഇയർ ഡിഗ്രി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം കേട്ടോ. നോർമൽ ഡിഗ്രി എന്ന് പറയുന്നത് 3 വർഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലോട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നെല്ലാ സ്റ്റുഡൻസിനും ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BCA എന്താണെങ്കിലും നമ്മൾ ഈ 3 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ 4ാമത്തെ വർഷം എന്ന് പറയുന്നത് റിസർച്ച് ഓറിയൻറ്റഡ് ഇയർ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ BCom പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. സോ 3 ഇയേഴ്സ് കൊണ്ട് നമ്മൾ ആ ഒരു BCom ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ BComനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 ഇയർ അഥവാ ഈ 4ാമത്തെ ഇയറിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 4 ഇയർ ഡിഗ്രി കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഈ 4 ഇയർ ഡിഗ്രി മെയിൻലി കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് PhD എടുക്കാനുള്ള ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. സോ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് PhD എന്നൊരു അവസരം കൂടെ ലഭ്യമായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ 4 ഇയർ ഡിഗ്രി എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സിലബസും അതുപോലെ തന്നെ അതാത് സമയത്ത് റിസൾട്ട്, എക്സാംസ് അങ്ങനെ എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനായിട്ട് ചാൻസസ് കുറവായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡൗട്ടാണ് എത്ര സെമിസ്റ്റേഴ്സാണ് ഈ ഒരു 4 ഇയർ ഡിഗ്രിക്കകത്ത് വരുന്നത് എന്നുള്ളത്. ടോട്ടൽ 6 സെമിസ്റ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 6 സെമിസ്റ്റേഴ്സ് കൃത്യം 3 വർഷം കൊണ്ട് ഈ നമ്മുടെ 4 ഇയർ ഡിഗ്രിയിലാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യും. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻ കൂടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ BCom ചെയ്തു ദെൻ MCom എടുക്കുക, അല്ലെങ്കിൽ BBA ചെയ്തു ദെൻ MBA എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലാണ് അവർക്ക് കുറച്ചും കൂടെ, അതായത് ഈ 4 ഇയർ ഡിഗ്രി കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവുന്നത്. അല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ കൃത്യമായിട്ടൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇയറിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോടുകൂടി തന്നെ എക്സിറ്റ് ആവാനുള്ള അവസരം കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ക്രെഡിറ്റ് സ്കോർ? ഇതെല്ലാവർക്കും ഡൗട്ട് കാണും അല്ലേ. ക്രെഡിറ്റ് സ്കോർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ ഓരോ സബ്ജക്റ്റ് വൈസും അതുപോലെ അക്കാദമിക് ഇയർ ബേസിലാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ 3 വർഷ ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 133 ക്രെഡിറ്റ് സ്കോറാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ 4 വർഷ ഡിഗ്രിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 177 ക്രെഡിറ്റ് സ്കോർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് അവർ പറയുന്ന ക്രെഡിറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വർഷത്തിലും ഡിഗ്രി ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഡിഗ്രി ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഇൻറ്റേൺഷിപ്പ് എന്നുള്ളത്. ഇതിപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് വെറിയിടാവേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അറൗണ്ട് 20 ഡേയ്സ് നമ്മൾ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് 4 സെമിസ്റ്റർ കഴിഞ്ഞ് 5ാമത്തെ സെമിസ്റ്ററിലേക്ക് പോകുന്ന ഒരു വെക്കേഷൻ ടൈമിലാണ് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് ഈ 4 ഇയർ ഡിഗ്രിയിൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ സബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3ആയിട്ടാണ് മെയിൻലി കാറ്റഗറൈസ് ചെയ്യുന്നത്: മേജർ, മൈനർ, ലാംഗ്വേജസ്. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ, അതായത് നമ്മൾ തുടക്കം ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കൊരു സംഭവം ഉണ്ട് കേട്ടോ, MDC എന്ന് പറഞ്ഞിട്ട്. MDC എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമായ ഒരു കോഴ്സ് അഡീഷണലി പഠിക്കാൻ വേണ്ടി തരുന്നൊരു അവസരമാണ് നമ്മുടെ MDC എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പിലാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് MDC ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സബ്ജക്റ്റിനകത്ത് വരുന്നുണ്ട്. എങ്കിലും 3ആയിട്ടാണ് മെയിൻലി കാറ്റഗറൈസ് ചെയ്യുക: മേജർ, മൈനർ, ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4
ഇയർ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയണം, നമുക്ക് 4 വർഷം പഠിക്കാൻ വയ്യ. സോ 3 വർഷം കൊണ്ട് ക്വിറ്റ് ചെയ്താലും നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.